DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഇന്നാണ് ഇക്കാര്യത്തിൽ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ ഉണ്ടായിരുന്നത്. അതാണോ മാറ്റിവെച്ചിരിക്കുന്നത്? നിലവിൽ ഇവരൊക്കെ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അവരുടെ വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും 15-ാം തീയതി വരെയാണ് ഇവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് കൽപ്പറ്റ സെഷൻസ് കോടതി ഒരു വാക്കാൽ നിർദ്ദേശം നൽകിയത്. അത് സംബന്ധിച്ച വാദമാണ് ഇപ്പോൾ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം 2 പേരുടെ വാദം പൂർത്തിയാക്കിയെങ്കിലും KK ഗോപിനാഥന്റെ വാദം പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അതാണ് പൂർണ്ണമായും 3 പേരുടെ വാദവും, അതായത് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥ് തുടങ്ങിയ 3 പേരുടെയും വാദം ഈ വിഷയത്തിൽ പൂർത്തിയായി. NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിലാണ് ഈ വാദം പൂർത്തിയായത്. തുടർന്നാണ് പൂർണ്ണമായി വാദം കേട്ട ശേഷം പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെ മറുവാദമൊക്കെ ഉൾപ്പെടെ കേട്ട ശേഷമാണ് 18-ാം തീയതി നാളെ കഴിഞ്ഞ് ഇത് സംബന്ധിച്ച മുൻകൂർ ജാമ്യത്തെ വിധി പ്രസ്താവിക്കുമെന്ന് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഉത്തരവായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായ ഒരു വിഷയം എന്ന നിലയിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നാളെ കഴിഞ്ഞ് ഇത് അനുകൂലമായ വിധി ഉണ്ടായില്ലെങ്കിൽ, മുൻകൂർ ജാമ്യം ഉണ്ടായില്ലെങ്കിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വവും ജില്ലാ നേതൃത്വവും പോകുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി കൊടുക്കണം എന്ന രീതിയിൽ, ഹാജരാവണം എന്ന രീതിയിലുള്ള നിർദ്ദേശവും ഒരുപക്ഷെ കോടതിയിൽ നിന്നുണ്ടായേക്കും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ കഴിഞ്ഞ് 18-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനം അറിയിക്കുക എന്നതാണ് പറയാനുള്ളത്. എന്തായാലും 3 പേരും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി 3 പേരും ഒളിവിലാണെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ഈ വിഷയം, ഇതിൽ കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണ്. ഈ കാര്യത്തിൽ 3 പേരും ജാമ്യാപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് പൂർണ്ണമായി ഇന്ന് വാദം കേൾക്കുകയും നാളെ കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് വിധി പറയാമെന്നും കൽപ്പറ്റ സെഷൻസ് കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് ശേഷം വയനാട്ടിൽ DCC മുൻ ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും. ഇന്ന് വിധി പറയാനിരുന്നതാണ്, അതാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്നലെ വരെയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള തരത്തിൽ ഉണ്ടായിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പിലുള്ളത് IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ്. നിലവിൽ ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്.